പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ വളരെ ചർച്ചയായത് ഗൾഫ് രാജ്യങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന US സൈനിക താവളങ്ങളായിരുന്നു. സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇറാൻ പ്രധാനമായും ആക്രമണം നടത്തിയത്. ഇപ്പോഴിതാ UAEയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ എമിറേറ്റ്സിനെ സഹായിക്കാൻ ഇസ്രയേൽ തങ്ങളുടെ അയൺ ഡോം സംവിധാനം ഡസൻ കണക്കിന് സൈനികരെയും അബുദാബിയിലേക്ക് അയച്ചതായി ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരിക്കുകയാണ്. ഇസ്രയേൽ ഗതാഗത മന്ത്രി മിരി റെഗവ് ആണ് ഞായറാഴ്ച ഇക്കാര്യം പരസ്യമായി വെളിപ്പെടുത്തിയത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് അയൺ ഡോം ബാറ്ററികളും ഇന്റർസെപ്റ്ററുകളും UAEയിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ഇതാദ്യമായാണ് ഇസ്രയേലിനും അമേരിക്കയ്ക്കും പുറമെ ഒരു രാജ്യം അയൺ ഡോം സംവിധാനം യുദ്ധമുഖത്ത് പ്രവർത്തനക്ഷമമായി ഉപയോഗിക്കുന്നത്. സിംഗപ്പൂർ ഈ സംവിധാനം വാങ്ങിയതായും റൊമാനിയ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. UAEയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ട ഡസൻ കണക്കിന് മിസൈലുകളെ ഈ സംവിധാനം വിജയകരമായി തകർത്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. യുദ്ധസമയത്ത് ഇസ്രയേലിനേക്കാൾ 100 കണക്കിന് ബലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും ആയിരക്കണക്കിന് ഡ്രോണുകളും ഇറാൻ UAEയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ പ്രയോഗിച്ചിരുന്നു. ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കുന്നതിനായി അമേരിക്കയും ഇസ്രയേലും ചേർന്ന് തെക്കൻ ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തു. 2020 അബ്രഹാം ഉടമ്പടിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക രഹസ്യാന്വേഷണ സഹകരണം വർദ്ധിച്ചതായും ഈ യുദ്ധത്തോടെ അത് പുതിയ തലത്തിലേക്ക് എത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. അതേസമയം ഇസ്രയേൽ സൗദി അറേബ്യയുമായും വ്യോമ പ്രതിരോധ മേഖലയിൽ സഹകരിക്കുന്നുണ്ട് എങ്കിലും അവർക്ക് ഇത്തരത്തിൽ ഒരു പ്രതിരോധ സംവിധാനം നൽകിയതായി റിപ്പോർട്ടുകളില്ല. ഇസ്രയേലിലെ റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. 4 മുതൽ 70 കിലോമീറ്റർ വരെ ദൂരത്തു നിന്ന് വരുന്ന റോക്കറ്റുകൾ, മോർട്ടാർ ഷെല്ലുകൾ, ആർട്ടിലറി വെടിയുണ്ടകൾ എന്നിവയെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ ഇതിന് സാധിക്കും. അയൺ ഡോമിന് ഏകദേശം 90% വിജയശതമാനം ഉണ്ടെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. വലിയ ബലിസ്റ്റിക് മിസൈലുകളെ തകർക്കുന്ന മറ്റ് സംവിധാനങ്ങളെ അപേക്ഷിച്ച് ചെറിയ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കാൻ അയൺ ഡോം സാമ്പത്തികമായി ലാഭകരവുമാണ്. മഴയോ മഞ്ഞോ രാത്രിയോ പകലോ വ്യത്യാസമില്ലാതെ ഏത് സാഹചര്യത്തിലും അയൺ ഡോം പ്രവർത്തിക്കും. അയൺ ഡോമിന് 90% മുകളിൽ വിജയശതമാനമുണ്ടെങ്കിലും ചില മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്താറുണ്ട്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളുമുണ്ട്. ഒരേ സമയം 100 കണക്കിന് മിസൈലുകൾ തൊടുത്തുവിട്ടാൽ അയൺ ഡോം സിസ്റ്റത്തിന് അവയെല്ലാം ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ പ്രയാസകരമാണ്. വളരെ വിലക്കുറഞ്ഞ ഡ്രോണുകളെ തകർക്കാൻ ലക്ഷങ്ങൾ വിലയുള്ള മിസൈലുകൾ ഉപയോഗിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാറുണ്ട്. അയൺ ഡോം ഒരു ഇസ്രയേലി കണ്ടുപിടുത്തമാണെങ്കിലും ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ അമേരിക്കയുടെ വലിയ സാങ്കേതിക സഹായവുമുണ്ട്. അയൺ ഡോമിലെ പല ഭാഗങ്ങളും നിർമ്മിക്കുന്നത് അമേരിക്കയിലാണ്. US ആർമിയും നിലവിൽ അയൺ ഡോം ബാറ്ററികൾ വാങ്ങിയിട്ടുണ്ട്. അതിനിടെ ഇസ്രയേലിന് ഇന്ത്യയിൽ നിന്ന് വൻതോതിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും അമേരിക്ക മാത്രമല്ല തങ്ങളുടെ കരുത്തരായ സഖ്യകക്ഷിയെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞതും ചർച്ചയാകുന്നുണ്ട്. അമേരിക്ക മാത്രമാണ് ഇസ്രയേലിന്റെ ഏക ശക്തമായ സഖ്യകക്ഷിയെന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ അവകാശവാദത്തിന് മറുപടിയായാണ് നെതന്യാഹുവിന്റെ ഈ പരാമർശം എത്തിയത്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയെ പോലുള്ള വലിയ സുഹൃത്തുക്കൾ തങ്ങൾക്കുണ്ടെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്കിൽ ഇന്ത്യക്കാരിൽ നിന്ന് തനിക്ക് ശക്തമായ പിന്തുണയാണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച നെതന്യാഹു ഇന്ത്യ ഒരു ആഗോള ശക്തിയായും വിശേഷിപ്പിച്ചു. ഈ വർഷം ഫെബ്രുവരിയിൽ മോദി ഇസ്രയേൽ സന്ദർശിച്ചപ്പോൾ ഇന്ത്യ ഇസ്രയേലിനൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇറാനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഈ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.